നമ്മുടെ റൂമിൻ്റെ വീഡിയോസ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി വെച്ചേക്കും. നല്ലൊരു ഇതായിരുന്നു കേട്ടോ. ഞങ്ങൾ വൈകിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ അവിടെ ആ എന്താ മിനി സ്വിറ്റ്സർലൻഡിലൊക്കെ പോയിട്ട് വന്നിട്ട് എല്ലാവരും വന്ന് ടയേർഡാണ്, കിടന്നങ്ങ് ഉറങ്ങിയതിന് ശേഷം ഇപ്പം ഞാൻ ഉറങ്ങിയില്ല. അപ്പം ഞാൻ റൂമൊന്ന് കാണിക്കാൻ വേണ്ടി വരുന്നതാണ്. നല്ല രസമാണ് കേട്ടോ. നല്ലൊരു ഫുള്ള് തടി കൊണ്ടുള്ളൊരു അലങ്കാരം തന്നെയാണ്. നമ്മുടെ റൂം ഇതായിരുന്നു. ഇപ്പം ഞാൻ അങ്ങോട്ട് കേട്ടെ ഒരു കിടന്ന് ഉറങ്ങുവാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ റൂം. ഇതാണ്ട് നമ്മുടെ ജിത്തൂസ് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ എഴുന്നേറ്റാട്ടോ. അവൻ ഇവിടെ വന്നപ്പോൾ തന്നെ കിടന്ന് ഉറങ്ങി. ഇവിടെ ഇതായിരുന്നു. പിന്നെ ഇവിടെ ഇവിടെ എന്തോ ഒരു ബോക്സ് പോലെ ഉണ്ട്. ഒരു ബോക്സ് അല്ല, നമ്മുടെ എന്തെങ്കിലും തുണികളൊക്കെ വെക്കാൻ വേണ്ടി ബ്ലാങ്കറ്റൊക്കെ ഇവിടെ ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ജിത്തൂസ് ഇവിടെ തന്നെ വന്ന് കിടന്ന് ഉറങ്ങി. പിന്നെന്ന് പറയുന്നത് ഇവിടെ ഒരു റൂമാണ്. ഇവിടെ ധ്യാൻകുട്ടനും ഗീതു എഴുതില്ല ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ നല്ലപോലെ കിടന്നുറങ്ങുവാണ്. ഇവിടെ ഒരു ഓപ്പൺ വ്യൂ ഉണ്ട് കേട്ടോ. അതൊന്ന് കാണിച്ചാൽ ചെയ്തു തുറന്നല്ലേ. ഇവിടെ ഒരു ഓപ്പൺ നല്ലൊരു ഗ്ലാസിൻ്റെ ഒരിതുണ്ട്. നിങ്ങൾക്കത് നോട്ടെ കാഴ്ച കാണാൻ പറ്റുമോ എന്ന്. നല്ലപോലെ കാണാൻ പറ്റുന്നില്ല. രാവിലെ ആണെങ്കിൽ ലൈറ്റ് കിടക്കുന്നതുകൊണ്ടായിരിക്കും. രാവിലെ ആണെങ്കിൽ കാണുന്നില്ല. പിന്നെ നല്ലൊരു റൂമാണ്. ഇവിടെ നമുക്ക് ഹീറ്ററുണ്ട്. റൂമിൽ ഒരു ഹീറ്ററുണ്ട്. ധ്യാൻകുട്ടൻ കിടന്ന് ഉറങ്ങുവാണ്. പിന്നെ ഫുള്ളൊരു വുഡൻ്റെ ഒരു പാനലിംഗ് പോലെ, നല്ലൊരു പാനലിംഗ് പോലെ. ഇവിടെ ഒരു കൊച്ചു റൂം. അപ്പം ജിത്തു ഇവിടെ കിടന്നുറങ്ങുന്നു. പിന്നെ ബാത്റൂം എന്ന് പറയുന്നത് കുഴപ്പമില്ല, നീറ്റായിട്ട് എല്ലാം ഒരു തടിമയമാണ്. തടി കൊണ്ടുള്ള ഒരു ഇതാണ്. ബാത്റൂം വളരെ ക്ലീനാണ്, കുഴപ്പമില്ല. ഞങ്ങളെ ഇപ്പോൾ 8 മണിക്ക് ഫുഡ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് ഞങ്ങൾ താഴത്തെ ഈ ഹോട്ടലും ഒക്കെ നല്ലപോലെ ഒന്ന് കാണിക്കാം. ജിത്തു ബാ എഴുതേക്ക്. അവൻ ഇവിടെ അന്നേരം കിടന്ന് ഉറങ്ങിയാൽ കേട്ടോ. ക്ഷീണമായിപ്പോയി കേട്ടോ. ഒരു കുഞ്ഞു റൂം പോലെ. ഇപ്പം ഞങ്ങളിങ്ങനെ 4 പേരുള്ളതുകൊണ്ട് ഇവിടെ ഒരു വലിയ റൂമും പിന്നെ അവിടെ ഒരു കൊച്ചു റൂമും പോലെ ഇത് തന്നെ അറ്റാച്ച്, രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഒടുക്കത്തെ തണുപ്പാണ്. ഇങ്ങോട്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എന്നാലും ഒന്ന് പുറത്തിറങ്ങിയിട്ട് നിങ്ങളെ ഈ ഹോട്ടലൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി. ഹോട്ടലിപ്പം നല്ല ലൈറ്റൊക്കെ ഇട്ട് വെച്ചേക്കുവാ. നോടെ ഇത് കണ്ടോ. അവിടെ ഗീതു നിൽക്കുന്നുണ്ടോ, ജിത്തു നിൽക്കുന്നുണ്ടോ? അവിടെ ധ്യാൻ ഇവിടെ എന്തോ ഇവിടെ ചാടിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ ഹോട്ടല് താണ്ടിതാ കേട്ടോ. എന്താണ് നമ്മുടെ ഹോട്ടല്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒത്തിരി റൂംസ് ഒന്നും കാണത്തില്ല. ഒരു മാക്സിമം ഒരു 8-10 റൂംസേ കാണത്തുള്ളൂ. പിന്നെ കുഴപ്പമില്ല. ഇവിടെ നല്ലൊരു ഏരിയ ആണ്. ഇവിടെ താഴോട്ടൊക്കെ കുറച്ച് ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ തണുപ്പ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചാൽ നല്ല ഫുഡായിരുന്നു. നല്ല ചിക്കൻ കറിയും നല്ല റൊട്ടിയും ചോറും പിന്നെ വേറെ എന്തായാലും മറ്റേ പനീർ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും കിടന്ന് ഉറങ്ങാൻ പോവുക. രാവിലെ എണീച്ച് നാളെ ഇവിടെ വേറെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പം ബൈ രാവിലെ കാണാം. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കേട്ടോ. രാവിലെ ഒന്ന് നടക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പില്ല. ഇവിടെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു വ്യൂ ഉണ്ടെന്ന്. ഒരു മൗണ്ടൈൻ വ്യൂ ആണ് കേട്ടോ. അതുകൊണ്ട് ഇതൊന്നും നോക്കിക്കോണേ. ഫുള്ള് ഗ്ലാസ്സാണ്. ഒന്ന് മാറ്റി നോക്കിക്കോണേ. അയ്യോ, ഇതിലെ കൂടെ നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. നമ്മുടെ റൂമിൻ്റെ ഒരു മൗണ്ടൈൻ വ്യൂ ഉണ്ട്. നമ്മുടെ റൂമിൻ്റെ ആ കർട്ടനൊന്ന് മാറ്റിയപ്പോഴേ ഫുള്ള് മഞ്ഞ. ഇത് കണ്ടോ, ഗ്ലാസ്സിലെല്ലാം മഞ്ഞ് പറ്റി പിടിച്ചിരിക്കുക. തുടച്ചത് ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ട്. ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ. പക്ഷെ ആ വീടുകളെല്ലാം ഷീറ്റ് ഇട്ടേക്കും. ഷീറ്റ് ഇട്ടാൽ എങ്ങനെ ഇത് തണുപ്പ് കുറവാണോ ഷീറ്റ് ഇട്ടാൽ? എന്തുവാന്ന് എന്തായാലും ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങും. അപ്പം നമുക്ക് നടക്കാൻ പോകാൻ ഉള്ള ശ്രമമാണ്. നോക്കട്ടെ, തണുപ്പില്ലെങ്കിൽ ഒന്ന് നടക്കാം. 2 പേര് കിടന്ന് ഉറങ്ങുന്നുണ്ടോ? 2 അവന്മാർ, ജിത്തുവും ധ്യാനും സുഖം ഉറക്കം.
ഞങ്ങൾ രാവിലെ ഒന്ന് നടക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടലൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. മൗണ്ടൻ പീക്ക് എന്ന് പറഞ്ഞ ഹോട്ടലാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. നമ്മൾ ആ മേളത്തെ റൂമിലാണ് ഇന്നലെ കിടന്നതേ. നല്ല ഹോട്ടലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്ന് നടക്കാൻ വേണ്ടി പോകണ്ട. ഒരു മഞ്ഞിറങ്ങുന്നുണ്ടോ? രാവിലെ ഒന്ന് നടക്കാൻ വേണ്ടി പോയിട്ട് ഒന്ന് ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. നോയമ്പായതുകൊണ്ട് വലുതായിട്ട് ആരും ഇവിടെ എഴുന്നേറ്റിട്ടൊന്നുമില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് താഴോട്ടൊന്ന് നടന്നിട്ട് ഇവിടുത്തെ ഒരു തൊട്ടടുത്ത കുറേ വീടുകളുണ്ട് കേട്ടോ. ഒരു അപ്പുറം കൊച്ചു ഗ്രാമങ്ങളാണ്. അപ്പം നമ്മളങ്ങോട്ടൊന്ന് അവരെ അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. അതുകൊണ്ട് ആ മലയുടെ മേളിൽ നിന്നേ മഞ്ഞിറങ്ങുന്ന ഒരു കാഴ്ച കണ്ടോ? എന്തുവോ, എൻ്റെ പൊന്നോ, ഇതൊക്കെ എന്തോ മരങ്ങളാണെന്നറിയത്തില്ല കേട്ടോ. ആ മലയുടെ മേളിൽ നിന്ന് മഞ്ഞിറങ്ങുന്ന ആണ് ഇങ്ങനെ വരുന്നത്. ഇവിടെയൊക്കെ താമസിക്കുന്നവരെ സമ്മതിക്കണം. നമ്മൾ ഒരു ദിവസം വന്ന് താമസിച്ചിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കഷ്ടം പിടിച്ച ജീവിതം തന്നെ. അവർ ഇതുമായിട്ട് യൂസ്ഡ് ആയിട്ടാ, ഈ ക്ലൈമറ്റുമായിട്ടേ. അവർക്ക് ഇതൊന്നും വിഷയമില്ലല്ലോ. എന്തായാലും നമ്മൾ താഴോട്ടൊക്കെ നോക്കി. ഇവിടെ ഒത്തിരി വീടുകളുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ താമസിച്ച ഹോട്ടലിനടുത്ത്. നമ്മൾ സിറ്റിയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറി, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ സിറ്റിയിലേക്ക്. സിറ്റിയിൽ നിന്ന് ശകലം ഇങ്ങോട്ട് മാറിയാണ് ഈ ഹോട്ടൽ. അപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി വീടുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കുതിരക്കാരൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. കുതിരക്കാർ തന്നെയല്ല, ഒത്തിരി പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വ്യൂ കണ്ടോ? രാവിലെയൊക്കെ മഞ്ഞിങ്ങനെ ഇറങ്ങി, ഞങ്ങൾ ഹോട്ടലിൻ്റെ റൂമിൽ നോക്കി മഞ്ഞിങ്ങനെ ഇറങ്ങി കിടക്കുമായിരുന്നു. നല്ല തണുപ്പ് കേട്ടോ. ഞങ്ങൾ ഇന്ന് എന്തായാലും തിരിച്ചു പോകും. ഞങ്ങൾ ഇന്ന് വൈകിട്ട് എന്തായാലും ശ്രീനഗറിൽ തിരിച്ചു പോകും. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസമേ ഇവിടെ ഉള്ളായിരുന്നു പഹൽഗാമിൽ. കുഴപ്പമില്ലായിരുന്നു. രാത്രി നല്ല തണുപ്പാണ്. ഇതുകൊണ്ടേ ഇതിപ്പോൾ നമ്മൾ വന്ന റോഡാണ്. ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് റൈറ്റ് പോയാൽ പഹൽഗാം സിറ്റിയിലേക്ക് പോകാം. ലെഫ്റ്റ് ഇവിടെ കുറേ വീടുകളുണ്ട്. ആ വീടുകളാണ് ഇവിടൊക്കെ. വീടുകളൊക്കെ കണ്ടോ? ഇതെല്ലാം ചരിച്ച വീടുകളാണ്. ചരിച്ച വീട് പണിഞ്ഞ് മഞ്ഞിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, അത് ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവർ മേളിൽ ഷീറ്റ് ഇടുന്നു? എല്ലാ വീടുകളിലും മേളിൽ ഷീറ്റായിട്ടേക്കുന്നു കണ്ടോ? മേളിൽ വാർപ്പൊന്നുമില്ല. മേളിലത്തെ എല്ലാ വീടുകളും അവർ മേളിൽ ഇത്ര നിലയിൽ ഏറ്റവും മേളിൽ അവർ ഷീറ്റായിട്ടേക്കുന്നത്. ഇതൊരു ഹോട്ടലാണ് കേട്ടോ. ഇതും ഒരു ഹോട്ടലാണ്. ഈ ഒരു ഇതുണ്ട്, ഈ ഒരു വീട് മേളിൽ ഷീറ്റാണ്. അതിൻ്റെ അപ്പുറത്തെ മേളിൽ ഷീറ്റാണ്, അതും ഷീറ്റാണ്. കുതിരയ്ക്ക് തിന്നാനുള്ള കച്ചിയാണെന്ന് തോന്നുന്നില്ലേ? കച്ചി തന്നെയല്ലേ ഇത്? ഇവിടെ കുതിരയ്ക്ക് രാവിലെ കച്ചി കൊടുക്കാനുള്ള, കച്ചിയെല്ലാം എടുത്തായിട്ട് കെട്ടി വെക്കുവാന്നോ അതോ കൊണ്ടുപോകുന്ന എന്തോ അറിയത്തില്ല. ഇവർക്ക് വേഷം കണ്ടോ? അടിപൊളിയാണ്. അതെന്ന് വെച്ചാലേ ഈ ചൂടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഇതാണ് കേട്ടോ. അതൊരു തണുപ്പിനെ ഈ ഒരു എന്താ, അത് ഈ കൈ അവരിടത്തില്ല. കൈ അങ്ങ് താഴോട്ടാണ് ഇടുന്നത്. അപ്പം എന്നിട്ട് എല്ലാവരും ഇങ്ങനെ തണുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇതാണ്. ആരും എഴുന്നേറ്റിട്ടൊന്നുമില്ല. ഒന്നാമത് നോയമ്പാണ്. പിന്നെ രാവിലേക്ക് ആവും ഇവിടെ എല്ലാം തുറക്കാനും ഒക്കെ. നമ്മുടെ ആ മരങ്ങൾക്കേ എന്തോ മരം, അത് എന്തോ അത് അങ്ങനെ ഇരിക്കുന്നത്. ആ മരങ്ങൾക്കിടയിൽ കൂടെ ആ മഞ്ഞ് മേളോട്ട് പൊങ്ങുന്നതുണ്ടോ? അവിടെ മുമ്പേ നമ്മൾ കണ്ട കച്ചി ഉണ്ടല്ലോ, ആ കച്ചിയും ആ കുതിരയുടെ പുറത്ത് കയറ്റി വെച്ചുകൊണ്ട് പോകുന്നു. മഞ്ഞ് കണ്ടോ? അതാണ് സംഭവം. അടിപൊളി.